സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡലാണ്. ഓക്കെ, സോ കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ എന്തിനാന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ, അതായത് ഒരു സോഫ്റ്റ്വെയർ ഓർഗനൈസേഷന്റെ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ, കുറച്ചും കൂടെ ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ, അതായത് അവര് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിലെ ഓരോ കാര്യങ്ങളും, ആ പ്രോസസ്സിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ആ ഒരു പെർഫെക്ഷൻ, അല്ലെങ്കിൽ ഹൗ വെൽ ദേ ഡു, അല്ലെങ്കിൽ ഹൗ ഗുഡ് ദേ ഡു എന്നുള്ളതിന്റെ ബേസിസിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടു ഡെവലപ്പ് ആൻഡ് റിഫൈൻ ആൻ ഓർഗനൈസേഷൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. Okay, so it assists organizations in improving their software process. അപ്പം ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് ഇസ് ഹൗ ഗുഡ് ദേ ഡു, അല്ലെങ്കിൽ ഹൗ വെൽ ദേ ഡു. ഓക്കെ, ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് വിച്ച് ഇസ് യൂസ്ഡ് ടു അനലൈസ് ദി അപ്രോച്ച് ആൻഡ് ടെക്നിക്സ് ഫോളോഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. അതായത് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ പോലെ നമ്മളൊരു സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇതിൽ വരുന്നത്. നമ്മൾ ആ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്രോച്ചസും ടെക്നിക്സും അനലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പെർഫെക്ഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ യൂസ് ചെയ്യുന്നത്. എടുത്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്ന്, ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ അല്ല CMM എന്ന് പറയുന്നത്. CMM is not a process model. സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ആദ്യം എന്ത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്, അടുത്തത് എന്ത് സ്റ്റെപ്പാണ്, ആ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. പക്ഷേ കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ അങ്ങനെയല്ല. ഈ പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിലുള്ള പെർഫെക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ടാണോ, അല്ലെങ്കിൽ എന്തോരം സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് CMM-ല് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ CMM മോഡലിന്റെ ഡോക്യുമെന്റേഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് ഫർദർ ഗൈഡ് ലൈൻസ് ടു ഫർദർ എൻഹാൻസ് ദി മെച്യൂരിറ്റി ഓഫ് ദ പ്രോസസ്. അപ്പം നമ്മൾ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോസസ്സുകൾ ചെയ്യുന്നത്, ഒരു ലെവൽ ഓഫ് പെർഫെക്ഷൻ ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഹൗ ടു ഇംപ്രൂവ്, അല്ലെങ്കിൽ എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ള ഒരു ഐഡിയയും ഗൈഡ് ലൈൻസും CMM നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് മോഡൽ ഡിസ്ക്രൈബ്സ് എ സ്ട്രാറ്റജി ഓഫ് സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി മൂവിങ് ത്രൂ 5 ഡിഫറെന്റ് ലെവൽസ്. അപ്പം 5 ഡിഫറെന്റ് ലെവൽസ് ആണ് CMM-ന് ഉള്ളത്. ഓക്കെ, 5 ഡിഫറെന്റ് ലെവൽസ്. നമുക്ക് ഓരോ ലെവലിന്റെയും സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ 5 ലെവൽസ്, ലെവൽ 1, 2, 3, 4, 5, അങ്ങനെ 1 to 5 5 ലെവൽസ് ആണ് നമ്മൾ സാധാരണ പറയുന്നത്. ഓക്കെ, ആൻഡ് ആ 5 ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെവലിന്റെ പേരാണ് ഇനിഷ്യൽ ലെവൽ. ഓക്കെ, സെക്കൻഡ് ലെവൽ റിപ്പീറ്റബിൾ, തേർഡ് ലെവൽ ഡിഫൈൻഡ്, ഫോർത്ത് ലെവൽ മാനേജ്ഡ്, ഫിഫ്ത്ത് ലെവൽ ഒപ്റ്റിമൈസിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ലെവൽസ് ആയിട്ട് നോക്കിയിട്ട് ഒന്നുകൂടെ തിരിച്ച് ഫിഗറിലോട്ട് വരാം. അപ്പം ഓർത്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ദ ഹയർ ദ ലെവൽ ബെറ്റർ ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. അപ്പം ഇവിടത്തെക്കാട്ടിലും പെർഫെക്ഷൻ ആണ് ഹയർ ലെവൽസിലോട്ട് പോകും തോറും. 1-നേക്കാളും ബെറ്റർ ആയിരിക്കും 2, 2-നേക്കാളും ബെറ്റർ ആയിരിക്കും 3. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഒപ്റ്റിമൈസിങ് ലെവലിലുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ ലെവൽസ് ആയിട്ട് നോക്കാം. ഓക്കെ, ലെവൽ 1-ൽ വരുന്നതാണ് ഇനിഷ്യൽ ലെവൽ. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ എടുക്കുക. കുറച്ച് ഫ്രണ്ട്സ് അവരുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞു, ഒരു 4 ഫ്രണ്ട്സ് അവരുടെ ഓർഗനൈസേഷൻ തുടങ്ങി, ഒരു കമ്പനി തുടങ്ങി, ഒരു സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു, കൈൻഡ് ഓഫ് എ സ്റ്റാർട്ടപ്പ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർത്താൽ മതി. ഓക്കെ, സോ അങ്ങനെയുള്ള കമ്പനികളിൽ നമുക്ക് ഒരു ഇനിഷ്യൽ ലെവലിലാന്ന് പറയാം. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓക്കെ, അഡ്ഹോക്ക് ആക്ടിവിറ്റീസ് ആണ് ഈ ലെവലിൽ വരുന്നത്. അതായത് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അറ്റ് ദിസ് ലെവൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അഡ്ഹോക്ക് ആക്ടിവിറ്റീസ്. അതായത് ഒരുപാട് പ്ലാൻഡ് ഒന്നുമല്ലായിരിക്കും, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത് അതനുസരിച്ച് അവർ ഡീൽ ചെയ്യും. സോ അതാണ് അഡ്ഹോക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോസസ് ഒന്നും ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ 1-2 പ്രോസസ്സുകൾ ഡിഫൈൻഡ് ആയിരിക്കും,
അതായത് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോസസ് ആക്ടിവിറ്റിയിൽ ഓരോ ഡിഫറെന്റ് പ്രോസസ്സുകൾ. ഓക്കെ, അപ്പം ആ പ്രോസസ് വരുന്നത് പ്രോപ്പർലി ഡിഫൈൻഡ് അല്ലായിരിക്കും ഇതിനകത്ത്. സോ ഒരു സിറ്റുവേഷൻ എങ്ങനെ വരുന്നു അതപ്പോൾ ചെയ്യും, അടുത്തത് ആ സിറ്റുവേഷൻ അനുസരിച്ച് വീണ്ടും മാറ്റി ചെയ്യും. അപ്പൊ അതാണ് ഇനിഷ്യൽ ലെവലിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു പ്രശ്നം, ഒരു പ്രോസസ്സ് ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ റിക്വയർമെന്റ് അനാലിസിസ് തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. റിക്വയർമെന്റ് ഗ്യാതറിംഗ്. ഓക്കെ, അപ്പം റിക്വയർമെന്റ് ഗ്യാതറിങ്ങിന് ഇവിടെ സ്റ്റെപ്സ് ഒന്നും അങ്ങനെ ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസൈനിങ്ങിൽ വരുമ്പം സ്റ്റെപ്സ് ഒന്നും അങ്ങനെ എങ്ങനെ ചെയ്യണം എന്നുള്ള റൂൾസ് ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഓരോ എഞ്ചിനീയേഴ്സും അവരുടേതായിട്ടുള്ള ഓൺ പ്രോസസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഡെവലപ്മെന്റ് എഫേർട്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കെയോട്ടിക് ആവും. അതായത് ഒരു മെസ്സി അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് ആവും. കാരണം ഒരാള് ഒരു രീതിക്കാണ് ചെയ്യുന്നത്, മറ്റൊരാൾ വേറൊരു രീതിക്കാണ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ആകെപ്പാടെ ഒരു മെസ്സി സിറ്റുവേഷൻ ആവും അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലെത്തും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇനിഷ്യൽ ലെവലിനെ നമ്മൾ കെയോട്ടിക് ലെവൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു പ്രൊജക്ടിന്റെ സക്സസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഇടുന്ന എഫേർട്ടിലാണ് ഇരിക്കുന്നത്. കാരണം ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ് ഇല്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവോ എന്നുള്ള റൂൾസോ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സുകളോ ഇല്ല. സോ വാട്ട് ഹാപ്പൻസ്, ഓരോ ഇൻഡിവിജ്വൽ ഇടുന്ന എഫേർട്ട് അല്ലെങ്കിൽ അയാളുടെ സ്കിൽ സെറ്റ് അതനുസരിച്ചിരിക്കും ഈ പ്രൊജക്ടിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇന്നത്തെ വരുന്നൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു എഞ്ചിനീയർ റിസൈൻ ചെയ്ത് പോയി. അപ്പൊ ഈ 4 പേരുണ്ടായിരുന്നു, അവരിൽ ഒരാൾ പോയി. ഓക്കെ, അപ്പൊ ഇനി 3 പേരേ ഉള്ളൂ, ഒരാൾ പോയി. സോ ശരിക്കും ഇവർ തമ്മിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. ഓക്കെ, ഓരോരുത്തരും അവരുടെ രീതിക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് പറ്റും, ഈ ഒരാൾ പോയപ്പം ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ് അല്ലെങ്കിൽ വർക്കിങ്ങിന്റെ രീതി ബാക്കി 3 പേർക്കും അറിയത്തില്ല. സോ വാട്ട് ഹാപ്പൻസ്, ഈ 3 പേർക്കും അത് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ അതാണ് when an engineer leaves the successors, അതായത് ഇപ്പൊ ഇനി 3 പേർക്ക് പകരം ഒരാൾ വന്നെങ്കിൽ, ഈ 4 പേർക്ക് പകരം ഒരാൾക്ക് പകരം മറ്റൊരാൾ വന്നിരുന്നെങ്കിൽ അയാൾക്കാണെങ്കിൽ പോലും ഈ ഒരാൾ ചെയ്ത വർക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് whoever is continuing the remaining work, അതായത് ഒരാള് നിർത്തി വെച്ചിട്ട് പോയ വർക്കിന്റെ ബാക്കി ആ ചെയ്യുന്ന ആൾക്ക് എന്തായാലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഫോർമൽ പ്രൊജക്ട് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഒന്നും ഇവിടെ ഇല്ല. അതായത് ഇങ്ങനെ ചെയ്യണം നമ്മൾ പറഞ്ഞ പോലെ ഒരു റിജിഡ് റൂൾസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ എന്തു പറ്റും, നമ്മൾ എന്തെങ്കിലും ഒരു ടൈം പ്രഷർ വരുമ്പോൾ, അതായത് പെട്ടെന്ന് തീർക്കണം, ഇനി ഒരാഴ്ചക്കുള്ളിൽ ഒരു കാര്യം ചെയ്ത് തീർക്കണം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഷോർട്ട് കട്ട്സ് എടുക്കും അല്ലെ, നമ്മളാണ് എന്തോരും എളുപ്പ വഴികൾ നോക്കി പോകും. അങ്ങനെ എളുപ്പ വഴികൾ നോക്കി പോകുമ്പോൾ എന്ത് പറ്റും, ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഇങ്ങനെ നിങ്ങൾ ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് പെർഫെക്റ്റ് ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ അതേ ഇത് നമ്മൾ ടൈം പ്രഷർ വന്നു അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് അല്ലാണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് ഭയങ്കര ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയി പോകും. ഓക്കെ, അതാണ് ഇനിഷ്യൽ ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികളോ ഒന്നുമില്ല. പെട്ടെന്ന് എന്താണോ സാഹചര്യം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ആൻഡ് ഓരോ എഞ്ചിനീയേഴ്സിനും അവരുടേതായ രീതിയായിരിക്കും. അവർ ഓരോരുത്തരും ഇടുന്ന അവരുടെ എഫേർട്ടിലാണ് സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു പേരാണ് കെയോട്ടിക് ലെവൽ. ബിക്കോസ് ഇവിടെ ഓരോ എഞ്ചിനീയേഴ്സിനും ഓരോ രീതി ആയതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെസ്സി ആകും. സോ വാട്ട് ഹാപ്പൻസ്, അങ്ങനെ മെസ്സി ആകുമ്പോൾ അതൊരു കെയോട്ടിക് സിറ്റുവേഷൻ ആകും. സോ വി കോൾ ഇറ്റ് ആസ് എ കെയോട്ടിക് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിപ്പീറ്റബിൾ, അടുത്ത ലെവൽ. അപ്പൊ ഓർത്ത് നോക്കിയോ, ഈ 4 പേര് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ദേ ആർ കീപ്പ് ഓൺ വർക്കിംഗ്. അങ്ങനെ വർക്ക് ചെയ്തു വന്നപ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് അടുപ്പിച്ച് ഒരേ ടൈപ്പിലുള്ള കുറച്ച് വർക്ക് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഒരെണ്ണം ചെയ്തു, തിരക്കേടില്ലാണ്ട് അവരെങ്ങനെയൊക്കെയോ ചെയ്തു സെറ്റാക്കി. വീണ്ടും സെയിം ടൈം, ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം ആണ് വെച്ചോളൂ, ഒരു EMS എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം അവർക്ക് വന്നു. അവരത് വർക്ക് കൊടുത്തു, ഫസ്റ്റ് വർക്ക്. സെക്കൻഡ് വന്നു അവർക്കൊരു എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം കിട്ടി, അവരതും ഓക്കെ, അപ്പൊ അവർക്ക് എക്സ്പീരിയൻസ് ആയി അവർ ചെയ്തു. വീണ്ടും അവർക്കൊരു എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം കിട്ടും. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്, റിപ്പീറ്റബിൾ, അവർക്കൊരു എക്സ്പീരിയൻസ് ആയി ഈ ഒരു സെയിം കൈൻഡ് ഓഫ് വർക്ക് ചെയ്തിട്ട്. ഇപ്പൊ എംപ്ലോയി ആവാം അല്ലെങ്കിൽ പേറോൾ ആവാം, അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർക്കറിയാം എന്തൊക്കെ ചെയ്താൽ ഒരു പെർഫെക്ഷൻ വരും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ ഗുഡ് റിസൾട്ട് കിട്ടും
എന്നിപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, സോ അവർക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടും. അതുകൊണ്ടാണ് ഇതിന് റിപ്പീറ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ലെവലിലാണ് പ്രൊജക്ട് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഉണ്ട്. അതായത് കോസ്റ്റ് ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷെഡ്യൂളിങ്, എത്ര നാൾ വേണ്ടി ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു റിപ്പീറ്റബിൾ എന്ന് പറയുന്ന ലെവലിലായിരിക്കും. ഓക്കെ, പിന്നെ സൈസ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേഷൻ ടെക്നിക്സ് ഉണ്ട്. നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് 3rd മോഡ്യൂളോ 4th മോഡ്യൂളോ പഠിക്കുന്നുണ്ട്. ലൈക്ക് ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസ്, കൊക്കോമോ മോഡൽ. കൊക്കോമോ മോഡൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഓക്കെ, അപ്പം കൊക്കോമോ മോഡൽ, ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസ്, ഇങ്ങനത്തെ കുറെ ടൂൾസ് ഉണ്ട്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ലെവലിൽ ഇതൊന്നും യൂസ് ചെയ്യില്ല, ഇനിഷ്യലി ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. പക്ഷെ വി സ്റ്റാർട്ട് യൂസിങ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അതായത് ഒരു പ്രോസസ് ഡിസിപ്ലിൻ ആകുന്നുണ്ട് ഇവർക്ക്. ഒരേ കാര്യം ഇങ്ങനെ ചെയ്ത് അതിൽ അവർ കുറച്ച് എക്സ്പേർട്സ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയില്ല ഒരേ കാര്യം കുറെ വട്ടം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകും. കുക്കിംഗ് ഫോർ എക്സാമ്പിൾ, ഒരു കുക്കിംഗ് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഒരു സാധനം ഫസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ഒരു 3rd ടൈം 4th ടൈം ചെയ്യുന്നത്. നമുക്കറിയാം എന്തൊക്കെ ചെയ്താൽ അത് ഈസി ആകും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ അത് ടേസ്റ്റി ആകും എന്ന് നമ്മൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. റൈറ്റ്? സോ അതാണ് റിപ്പീറ്റബിളിൽ സംഭവിക്കുന്നത്. യു ഡു സിമിലർ തിങ്സ് റിപ്പീറ്റഡ്ലി, നമുക്കൊരു പ്രോസസ് ഡിസിപ്ലിൻ വരും. ഇത് ഇങ്ങനെ ചെയ്താൽ ഇറ്റ് വാസ് ഗുഡ് ഇൻ ദാറ്റ് കേസ്, സോ നമുക്ക് വീണ്ടും അത് ചെയ്യാം, നല്ലതായിരിക്കും എന്നുള്ള ആ ഒരു ഐഡിയയുടെ ബേസിസിലാണ് ഈ ലെവലിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ് ദി ഓപ്പർച്യൂണിറ്റി ടു റിപ്പീറ്റ് എ പ്രോസസ്, നമുക്ക് ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പം മാത്രമാണ്? ഒരേ ഫാമിലി ഓഫ് പ്രൊഡക്ട്സ് വരുമ്പോഴാണ്. ഇപ്പം ഇങ്ങനെ എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ HR മാനേജ്മെന്റ് സിസ്റ്റം ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റം ഞാൻ കൊണ്ട് കൊടുത്തു. സ്പീച്ച് റെക്കഗ്നിഷൻ. ഓക്കെ, ആ കേസിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ട് വന്നത് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു പേറോൾ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് പുതിയതായിട്ട് വന്ന വർക്ക്. അപ്പം ആ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇഫ് യു ആർ ഗെറ്റിംഗ് സിമിലർ കൈൻഡ് ഓഫ് വർക്ക്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് റിപ്പീറ്റബിൾ എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട്, യു റിപ്പീറ്റ് തിങ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനിഷ്യൽ ലെവലിലെത്തി. ആ ഒരു റിപ്പീറ്റബിൾ ലെവൽ കുറെ കാര്യങ്ങൾ സിമിലർ ആയിട്ട് ചെയ്തു. ആൻഡ് നൗ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയി. ആൻഡ് നൗ യു ആർ മൂവിങ് ഓൺ ടു ഡിഫൈൻഡ് ലെവൽ, ദാറ്റ് ഇസ് ലെവൽ 3, ഡിഫൈൻഡ് ലെവൽ. ഓക്കെ, ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ യു ഹാവ് a set of management and development activities. Okay, അതിനെ ഡിഫൈൻഡ് ആണ്, ഡോക്യുമെന്റഡ് ആണ്. എങ്ങനെ ചെയ്യണം ഓരോ ആക്ടിവിറ്റീസ്, മാനേജ്മെന്റ് സൈഡിലുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതായത് റിക്വയർമെന്റ് ഗ്യാതറിംഗ്, കമ്മ്യൂണിക്കേഷൻ, അത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സൈഡിലുള്ള ഡിസൈനിങ്, കോഡിങ്, ഡേറ്റാബേസിന്റെ കാര്യങ്ങൾ, അപ്പൊ എന്തായിക്കോട്ടെ, ദേ ആർ ഡിഫൈൻഡ് ആൻഡ് ഡോക്യുമെന്റഡ്. ഒരു കാര്യം എങ്ങനെ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്, വേറൊരു കാര്യം എങ്ങനെ ചെയ്യണം, അതെല്ലാം ഡിഫൈൻഡ് ആണ്, ഡോക്യുമെന്റഡ് ആണ്. അപ്പൊ എന്താണ്, അതനുസരിച്ചായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ എന്താ, കൺഫ്യൂഷൻസ് ഒഴിവാകും, മെസ്സി ആവത്തില്ല. ഒരാൾ പോയാലും അടുത്ത ആൾ വരുമ്പം അയാൾക്ക് അറിയാം, ഈ ഡോക്യുമെന്റ്സ് കാണുമ്പോൾ അറിയാം, സോ ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, സോ ഹിയർ യു എക്സ്പ്ലോയ്റ്റ് ദി ബെസ്റ്റ് പ്രാക്ടീസസ്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഏതാണ്, നമ്മൾ കുറെ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യും, ആ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ എക്സ്പ്ലോയ്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞു എല്ലാം ഡിഫൈൻഡ് ആൻഡ് ഡോക്യുമെന്റഡ് ആണ്. അതേപോലെ തന്നെ ഒരാളുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ടീമിന്റെ ആക്ടിവിറ്റീസ്, അതിനകത്തുള്ള മെമ്പേഴ്സിന്റെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓർഗനൈസേഷൻ വൈഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ 50 പേരുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ, ഈ 50 പേർക്കും അറിയാമായിരിക്കും ഓരോരുത്തരുടെ ടാസ്ക് എന്താണെന്നുള്ളതൊരു ഓർഗനൈസേഷൻ വൈഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോരുത്തർക്കും അറിയാം. യു ആർ സപ്പോസ് ടു ഡു ദിസ് ആൻഡ് ഐ ആം സപ്പോസ് ടു ഡു ദിസ്. അപ്പൊ ആ ഒരു ധാരണ ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ദ പ്രോസസ് ഡിഫൈൻഡ്. ഓക്കെ, പ്രോസസ്സ് എങ്ങനെ ചെയ്യണം എന്ന് ഡിഫൈൻഡ് ആണ് ഇവിടെ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വരെ ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാം പ്രോപ്പർ ആയിട്ട് പോകും. പക്ഷെ ഒരു വിഷയം ഇവിടെ, പ്രൊഡക്റ്റ് ക്വാളിറ്റീസ് മെഷേർഡ് അല്ല. ഓക്കെ, പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഒരു പ്രൊഡക്റ്റിന്റെ ഫൈനൽ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നില്ല, ഒരളവില്ല. ഓക്കെ, അപ്പൊ അത് കമ്മിങ് ലെവൽസിൽ അത് ഓവർകം ചെയ്യും. അതുകൊണ്ടാണ് അത് എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, and ISO 9000 aims at achieving this level. Okay,
അപ്പൊ നമ്മൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ISO 9000 എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? പ്രോസസ്സ് ഉണ്ട്, മാനേജ്മെന്റ് ലെവലിലും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും ഒക്കെ ഡിഫൈൻഡ് ആണ്, ഡോക്യുമെന്റഡ് ആണ്, ആൻഡ് ഒരു ഓർഗനൈസേഷൻ വൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഓരോരുത്തരുടെ റോൾസ്, ആക്ടിവിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ആൻഡ് ഒരു മെയിൻ പോയിന്റ് എന്നാണ് പ്രൊഡക്റ്റ് ക്വാളിറ്റീസ് മെഷേർഡ് അല്ല ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലെവൽ 4 മാനേജ്ഡ്. ഇവിടെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ മെട്രിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അതായത് നമ്മൾ മെഷർമെന്റ്സിലോട്ട് വരുന്നത്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞായിരുന്നു ഒരിക്കലും പ്രൊഡക്ട്സ് മെഷർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മെഷർമെന്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നത്. ഓക്കെ, വി കം ടു ദ കോൺസെപ്റ്റ് ഓഫ് മെഷർമെന്റ്. ഓക്കെ, മാനേജ്ഡ് മെഷർമെന്റ് MM അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. സോ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ തന്നെ എഴുതാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് മെട്രിക്സ് നമ്മൾ നോക്കാറുണ്ട്. ഇറ്റ് ഇസ് നോട്ട് മെട്രിക്സ്, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. MATRIX മെട്രിക്സ് അല്ല, METRIX മെഷർമെന്റ്സ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, 2 ടൈപ്സ് ഓഫ് മെട്രിക്സ് ഉണ്ട്, പ്രൊഡക്റ്റ് മെട്രിക്സും പ്രോസസ് മെട്രിക്സും. പ്രൊഡക്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഫൈനലി ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ അതിന്റെ സൈസ്, ഓക്കെ, അതിന്റെ റിലയബിലിറ്റി, അതായത് ഇപ്പം 1 year വർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര സമയം അത് കേടാവുന്നു അല്ലെങ്കിൽ എത്ര കേടാവാതിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി അറിയാലോ, ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ടു റൺ, അപ്പൊ ആ ഒരു എത്ര ലൂപ്സ് യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ ആൽഗോരിതം സൈഡ്. ഓക്കെ, ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി, നമുക്ക് ആ പ്രൊഡക്റ്റ് എത്രത്തോളം അണ്ടർസ്റ്റാൻഡബിൾ ആണ് അല്ലെങ്കിൽ ഈസി ടു യൂസ് ആണ്. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് മെട്രിക്സിൽ നോക്കുന്നത്, നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കുറച്ച് ക്വാളിറ്റീസ്. ഓക്കെ, ആൻഡ് പ്രോസസ് ക്വാളിറ്റീസ് എന്താണ്? നമ്മുടെ പ്രോസസ്സിന്റെ ഇഫക്റ്റീവ്നെസ്, അതായത് ആവറേജ് ഡിഫക്ട് കറക്ഷൻ ടൈം. ഒരു ഇഷ്യൂ വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ എന്തോരം സമയം എടുക്കുന്നു, പ്രൊഡക്ടിവിറ്റി, അതായത് എത്ര പേര് ഇത്ര സമയം വർക്ക് ചെയ്താൽ എന്തോരം വർക്ക് ഫിനിഷ് ആകുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു അവർ ഇൻസ്പെക്ഷൻ നടത്തിയാൽ എത്ര ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നു, അതേപോലെ തന്നെ എത്ര ഫെയിലിയേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നു പെർ LOC. ഓക്കെ, ഇത്ര ലൈൻസ് ഓഫ് കോഡ്, ഇപ്പൊ 1000 ലൈൻ ഓഫ് കോഡ് നോക്കിയാൽ അതിൽ നമുക്ക് എത്ര ഫെയിലിയർ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പൊ അതൊക്കെ കുറവായിരിക്കും അല്ലെ, അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ സോഫ്റ്റ്വെയർ ഒരു നല്ല സോഫ്റ്റ്വെയർ ആണ്, റൈറ്റ്? അപ്പൊ അങ്ങനത്തെ മെഷർമെന്റ് കാര്യം, മെഷർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മാനേജ്ഡ് എന്ന് പറയുന്ന ലെവൽ 4-ലാണ്. ഓക്കെ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഗോൾസ്, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടുള്ള, നല്ലത് ചീത്ത അങ്ങനെയല്ല, ഹൗ ഗുഡ് ഇറ്റ് ഈസ്, എത്ര നല്ലതാണെന്നുള്ളത് ന്യൂമറിക്കലി അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മാനേജ്ഡ് എന്ന് പറയുന്ന ലെവലിലാണ്. Okay, clear? And so software process and product quality are measured and quantitative. Okay, that is it. നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആർ മെഷേർഡ്. എങ്ങനെയാണ്? ഈ 2 മെട്രിക്സ് നമ്മൾ പറഞ്ഞല്ലോ, സോ ഇത് വെച്ച് മെഷർ ചെയ്യും. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്, കുറച്ച് റിക്വയർമെന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ആൻഡ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കും. ഓക്കെ, അതാണ് മാനേജ്ഡ് ലെവൽ ചെയ്യുന്നത്. അപ്പൊ മൊത്തം ഒരു മെഷർമെന്റിന്റെ ബേസിസിലാണ് മാനേജ്ഡ് ലെവൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എല്ലാത്തിനും പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് ഉണ്ട്, സോ അത് എപ്പോഴും മീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ പ്രോസസ് ക്വാളിറ്റിക്കും പ്രൊഡക്റ്റ് ക്വാളിറ്റിയും മെഷർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂൾസ് ലൈക്ക് പാരറ്റോ ചാർട്ട്സ്, ഫിഷ് പോണ്ട് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, ഈ 2 ടൂൾസും യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഹിയർ മോർ എംഫസൈസ് ഓൺ മെഷർമെന്റ്. ഇവിടെ എന്താണ്? ആക്ടിവിറ്റീസ് ഒക്കെ ഡിഫൈൻ ചെയ്തു നമ്മൾ ലെവൽ 3-ല്. ആ ഡിഫൈൻ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മുടെ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയും ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് എവിടെയാണ്? മാനേജ്ഡ് ലെവലിലാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ഇപ്പൊ നമ്മൾ മെഷർമെന്റ് ആദ്യം നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയത്? ഒന്നുമില്ല, ഒരു മെഷർമെന്റ് ഇല്ല, പ്രോസസ് ഇല്ല, ഒന്നുമില്ല, റൈറ്റ്? എപ്പൊ എന്ത് സിറ്റുവേഷൻ വരുന്നു അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു എന്താ പറയാ ഫോർമൽ പ്രോസസ്സും സിസ്റ്റമാറ്റിക്കും ഒന്നും അല്ലായിരുന്നു. ആൻഡ് പിന്നെ വന്നപ്പോ കുറെ സെയിം വർക്ക് ചെയ്തപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നു. നമ്മൾ കുറച്ച് ഷെഡ്യൂളും കോസ്റ്റും ഒക്കെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. നമുക്കറിയാം, കാരണം നമ്മൾ സിമിലർ വർക്ക് ചെയ്തുകൊണ്ട് നമുക്കറിയാം, ഓക്കെ ഇതിന് 10 ദിവസം എടുക്കും അല്ലെങ്കിൽ ഇതിന് 5 പേര് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് വരും. സോ കുറച്ചും കൂടെ ബെറ്റർ ആയി. അങ്ങനെ കുറെ വർക്കൊക്കെ ചെയ്ത് പല ടൈപ്പിലുള്ളതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമുക്കിപ്പോൾ മൊത്തത്തിലൊരു ഐഡിയ ആയി.
എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ബെസ്റ്റ് പ്രാക്ടീസസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഡിഫൈൻഡ് ലെവലിൽ. സോ വാട്ട് ഹാപ്പൻസ്, ഇവിടെ നമുക്ക് എല്ലാം ഡിഫൈൻഡ് ആണ്. ഓരോ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ ഡിഫൈൻഡ് ആണ്. പക്ഷേ എന്ത് പറ്റി, ഇവിടെ മെഷർമെന്റ് ഇല്ല. അപ്പം 4th ലെവലിൽ മാനേജ് ലെവലിൽ എന്ത് കൂടെ വന്നു, മെഷർമെന്റ്സും കൂടെ വന്നു. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ്സും കൂടെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇനിയും എങ്ങനെ ബെറ്റർ ആക്കാം, അതാണ് അടുത്ത ലെവൽ, ദാറ്റ് ഇസ് ഒപ്റ്റിമൈസിങ് ലെവൽ. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ മെഷർ ചെയ്ത വാല്യൂസ് ഒക്കെ കളക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്, അത് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്താണ്, ഈ വാല്യൂസിനെ ഒക്കെ എടുത്തിട്ട് ഇനിയും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, ഈ പോയിന്റ് കാണുമ്പോൾ അത് മനസ്സിലാവും. പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് മെഷർമെന്റ് ഡേറ്റ ആർ അനലൈസ്ഡ് ഫോർ കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ ഈ മെഷർമെന്റ് ഡേറ്റ കുറച്ച് മുമ്പ് എടുത്ത പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് മെട്രിക്സിനെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യും, സ്റ്റഡി ചെയ്യും. എവിടെയാണ് പോരാ എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഗുഡ് ആയിട്ടുള്ളത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നോക്കും. അതേപോലെ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കും. അതാണ് ഒപ്റ്റിമൈസിങ് ലെവലിലുള്ള ഓർഗനൈസേഷൻസ് എപ്പോഴും ചെയ്യുന്നത്. അതായത് ഓക്കെ ഫൈൻ മതി എന്ന് പറഞ്ഞൊരു രീതിയല്ല അവർ ഫോളോ ചെയ്യുന്നത്. എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ ഭയങ്കര അവെയർ ആയിരിക്കും. ഓക്കെ, സോ കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആണ് ഇവരുടെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ചേഞ്ച് തിങ്സ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വർക്ക് യു യൂസ് ടു ഡു വിത്ത് ജാവ. ഓക്കെ, ആൻഡ് കുറെ പ്രോബ്ലംസ് അവർ കണ്ടു. ആൻഡ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് ബിക്കോസ് യു ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ജാവ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, റിയൽ എക്സാമ്പിൾ ഒന്നുമല്ല, ജസ്റ്റ് എക്സാമ്പിൾ ഫോർ മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ നമ്മൾ ജാവ വെച്ചൊരു വർക്ക് ചെയ്യുന്നു, അപ്പൊ മനസ്സിലാക്കി കുറെ പ്രോബ്ലംസും ഇഷ്യൂസും വന്നു. ദാറ്റ് ഇസ് ബിക്കോസ് യു ആർ വർക്കിംഗ് വിത്ത് ജാവ. അപ്പം ദേ ഗോട്ട് എൻ ഐഡിയ ഫ്രം ദി ടോപ്പ് ലെവൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫറൻസിന് പോയി ദേ ഗോട്ട് എൻ ഐഡിയ. പൈത്തൺ വെച്ച് ചെയ്യുവാണെങ്കിൽ യു ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ് എന്ന് മനസ്സിലായി. സോ വാട്ട് ദേ ഡു, ഒപ്റ്റിമൈസിങ് ലെവലിൽ അവർ ഉറപ്പായിട്ടും അവർ ടെക്നോളജി ചേഞ്ചിന് വില്ലിങ് ആയിരിക്കും. ബിക്കോസ് ദേ ഓൾവേസ് വാണ്ട് ദി ബെസ്റ്റ്. ഏറ്റവും എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് നോക്കാൻ വേണ്ടി അവർ എന്ത് ചേഞ്ചസിനും തയ്യാറാണ്. ഓക്കെ, ദേ ആർ റെഡി ഫോർ എനി ചേഞ്ചസ്. ഓക്കെ, അതേപോലെ അവർ ഒരു രീതിക്കാണ് നിങ്ങൾ ചെയ്തുകൊണ്ട് വന്നത്. ഫോർ എക്സാമ്പിൾ ഒരു അൽഗോരിതം ആണ് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് യൂസ് ചെയ്തത്. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പുതിയ അൽഗോരിതം പബ്ലിഷ് ആയി ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്ത് ചെയ്യും, പെട്ടെന്ന് അവർ ഈ ചെയ്തുകൊണ്ടിരുന്നത് മാറ്റിയിട്ട് പുതിയതിന് ട്രെയിനിങ് കൊടുത്ത് അതിലോട്ട് മാറാൻ ശ്രമിക്കും. സോ അതാണ് ഒപ്റ്റിമൈസിങ് ലെവലിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് continuous process improvement is achieved both by carefully and analyzing the quantitative feedback from the process measurements. Okay, നമ്മൾ പ്രോസസ് മെഷർമെന്റ്സിന്റെ കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ പ്രോസസ് മെഷർമെന്റ്സിന്റെ ബേസിസിൽ നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത് അതിനെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ അതിന്റെ ബേസിസിൽ ആണ് ഫീഡ്ബാക്ക് നടത്തുന്നത്. ഓൾസോ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് പുതിയതായിട്ട് വരുന്ന ഐഡിയാസ് അല്ലെങ്കിൽ ടെക്നോളജീസ് അത് അപ്ലൈ ചെയ്യാനും വില്ലിങ് ആണ്. ഇതല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ തന്നെ പോട്ടെ, ദാറ്റ് ഇസ് നോട്ട് ദി ആറ്റിറ്റ്യൂഡ്. ഇഫ് ദിസ് ഇസ് ബെസ്റ്റ് നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഒപ്റ്റിമൈസിങ് ലെവലിൽ സംഭവിക്കുന്നത്, ഒപ്റ്റിമൈസിങ് ലെവൽ ഓർഗനൈസേഷൻസിൽ സംഭവിക്കുന്നത്. ഓക്കെ, such an organization identifies the best software engineering practices and innovations which may be tools, methods or process. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് അവർ യൂസ് ചെയ്യാൻ നോക്കുന്നത്. അതിപ്പോ ടൂൾസ് ആയിക്കോട്ടെ, മെത്തേഡ്സ് ആയിക്കോട്ടെ, പ്രോസസ്സിന്റെ രീതികളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പൊ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഐഡന്റിഫൈ ചെയ്താൽ ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ എല്ലാ പ്രൊജക്ടുകൾക്കും അല്ലെങ്കിൽ എല്ലാ ടീംസിനും ട്രാൻസ്ഫർ ചെയ്യും. അതായത് ജസ്റ്റ് ഒരു ടീം വർക്ക് ചെയ്തു അവർ മാത്രം, അങ്ങനെയല്ല, ബാക്കിയുള്ളവരോടും അത് ഇൻഫോം ചെയ്യും ആൻഡ് അവർക്കും അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഒപ്റ്റിമൈസിങ് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഡയഗ്രാം നോക്കാം. സോ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോർ ക്ലിയർലി. ക്ലീൻ ചെയ്യാം. ഓക്കെ, സോ ഇനി ഞാൻ നോക്കിയേ, ഇനിഷ്യൽ ലെവൽ ഇവിടെ പ്രോസസ് അൺപ്രഡിക്റ്റബിൾ ആണ്, പോർലി കൺട്രോൾഡ് ആണ്, റിയാക്റ്റീവ് ആണ്. കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ പെട്ടെന്ന് ഒരു എഫക്ട് ചെയ്യും അതിനെ. ഓക്കെ, സോ നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെയാണ്, കുറച്ചും കൂടെ ക്യാരക്ടറൈസ്ഡ് ഫോർ സ്പെസിഫിക് പ്രോജക്ട്സ്. ഓക്കെ, പക്ഷെ എന്നാൽ പോലും റിയാക്റ്റീവ് ആണ്. അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നാൽ there will be problems. ഓക്കെ,
നെക്സ്റ്റ് വൺ എങ്ങനെയാണ് വരുന്നത്? പ്രൊജക്ട്സ് ടൈലർ ദെയർ പ്രോസസ് ഫ്രം ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് മെത്തഡോളജി. ഓരോ ഒരു ഡെവലപ്മെന്റ് മെത്തഡോളജി, അതായത് നമ്മൾ പറഞ്ഞ പോലെ പ്രോസസ്സ് ഡിഫൈൻഡ് ആയിരിക്കും ഇവിടെ, ആൻഡ് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഓരോ പ്രൊജക്റ്റുകളും ചെയ്യുന്നത്. ആൻഡ് മാനേജ്ഡ് എങ്ങനെയാണ്? പ്രോസസ്സ് മെഷേർഡ് ആണ്, കൺട്രോൾഡ് ആണ്. ഓക്കെ, ആൻഡ് ഈ മെഷേർഡ് ഇവിടെ യൂസ് ചെയ്യും. ആൻഡ് ലെവൽ 5 ഒപ്റ്റിമൈസിംഗിൽ എന്ത് സംഭവിക്കും? ഇംപ്രൂവ്മെന്റ്, ഓൾവേസ് പ്രോസസ് ഇംപ്രൂവ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അതായത് പ്രോബ്ലംസ് എല്ലാം കുറച്ചുകൊണ്ട് ചേഞ്ചസിനെ മാക്സിമം അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. സോ ദേ ഓൾവേസ് വാണ്ട് ദി ബെസ്റ്റ്. അപ്പൊ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ലെവൽസിൽ. ഓക്കെ, അപ്പം ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ലെവൽസിന്റെ എല്ലാം പേര് ഓർത്തു വെക്കുക, ഓരോ ലെവലിന്റെയും സ്പെഷ്യാലിറ്റി ഓർത്തു വെക്കുക. ഓൾസോ ഈ ഓർഡർ ഓർത്തു വെക്കുക. ഓക്കെ, IRDMO എന്തെങ്കിലും ഒരു ഷോർട്ട് കോഡ് വെച്ചിട്ട് ഇത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് CMMൽ തന്നെ വരുന്നത്, കീ പ്രോസസ് ഏരിയ. അതായത് ഓരോ ലെവലിലും അവരുടെ ആ ഒരു സ്പെഷ്യാലിറ്റീസ് കാണും. ഓക്കെ, അതായത് കീ പ്രോസസ് ഏരിയ. ആൻഡ് അവർ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ ദേ ക്യാൻ മൂവ് ടു ഹയർ ലെവൽസ്. ഇപ്പോൾ ഒരു കമ്പനി ഇഫ് ദേ ആർ ഇൻ സെക്കൻഡ് ലെവൽ, അവർക്ക് കുറച്ച് ഫോക്കസ് ഏരിയാസ് കാണും. ഓക്കെ, ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസ് കാണും. അപ്പൊ അവർ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അതിൽ ഓക്കെ ദേ ആർ ദേ ഫോക്കസ് ഏരിയാസ്, അതിൽ ശ്രദ്ധിച്ചാൽ ദേ ക്യാൻ മൂവ് ഓൺ ടു ദി തേർഡ് ലെവൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ഏരിയാസിനാണ് കീ പ്രോസസ് ഏരിയ എന്ന് പറയുന്നത്. KPA, കീ പ്രോസസ് ഏരിയ. ഓക്കെ, ഇപ്പൊ ഓരോ മെച്ചൂരിറ്റി ലെവലിലും കീ പ്രോസസ് ഏരിയാസ് ഉണ്ട്. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ലെവൽ 1 കീ പ്രോസസ് ഏരിയാസ് ഇല്ല. ബിക്കോസ് അവർക്ക് ഒന്നുമേ ഡിഫൈൻഡ് അല്ല, റൈറ്റ്? അവർക്ക് ഒന്നുമേ ഒരു ഫോർമൽ അല്ല കാര്യങ്ങൾ. സോ they don't have anything in formal or they don't have a particular process. Okay, പക്ഷെ ബാക്കി എല്ലാ ലെവൽസിനും ഉണ്ട്. സോ അതിന് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും വേണം. ആൻഡ് കുറച്ചും കൂടെ അതിൽ ഫോക്കസ് ചെയ്താൽ they can move to the better standards. Okay, okay, ഫോർ എക്സാമ്പിൾ ഇപ്പം റിപ്പീറ്റബിൾ ലെവലിൽ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, ക്വാളിറ്റി അഷ്യൂറൻസ്, പ്രോജക്ട് പ്ലാനിംഗ് ഉണ്ട്. അപ്പം ഒരു ലെവൽ 1 ഇരിക്കുന്ന കമ്പനി ഇതിൽ ശ്രദ്ധിച്ചാൽ they can move to level 2. അതേപോലെ ലെവൽ 2 ഇരിക്കുന്ന ഒരു കമ്പനി കുറച്ചും കൂടെ PR റിവ്യൂ, ഇന്റർ ഗ്രൂപ്പ് കോർഡിനേഷൻ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ they can move to level 3. ഓക്കെ, നെക്സ്റ്റ് മാനേജ് ലെവലിൽ വരുന്ന അതിന്റെ കുറച്ച് കീ പ്രോസസ് ഏരിയാസ് ഉണ്ട്. അപ്പം ആൻഡ് ഒപ്റ്റിമൈസിംഗ് ലെവലിൽ ആണ് ചേഞ്ച് എപ്പോഴും വരുന്നത്. സോ അതാണ് അവരുടെ. അപ്പം ലെവൽ 4 ഒരു ഓർഗനൈസേഷൻ അവർ ദേ ആർ ഗുഡ്, പക്ഷെ അവർ ചേഞ്ച് റെഡി അല്ല. അപ്പൊ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഇതിലോട്ടും അവർ ഇംപ്രൂവ് ചെയ്ത് വന്നാൽ, അതായത് കണ്ടിന്യൂസ്ലി അവർ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്താൽ they can of course move to level 5. Okay, okay, so ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഏരിയാസ് ദാറ്റ് an organization should focus to improve its software process to the next level. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഈ ടോപ്പിക്കിൽ നിന്ന്. Which level is called as the defined and capability maturity model? Okay. Okay. നമുക്ക് ആൻസേഴ്സ് തിരിച്ചു വരാം. ഓക്കെ, key process areas of CMM level 4 are also classified by process which is. Just ഒന്ന് തിങ്ക് ചെയ്യുക. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ കുറച്ച് ട്രിക്കി ആണ് വായിക്കുമ്പോൾ. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. Next, which of the following is not a key process area in CMM level 5? Okay, next question. KPA in CMM stands for? Okay, okay, so first one, which level is called defined in capability maturity model? അപ്പം നമ്മുടെ ഓർഡർ എങ്ങനെയായിരുന്നു? ഇനിഷ്യൽ, റിപ്പീറ്റബിൾ, ഡിഫൈൻഡ്, മാനേജ്ഡ്, ഒപ്റ്റിമൈസിങ്. സോ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ തേർഡ് ലെവൽ. 3 ഓർത്ത് വെക്കുക, ലെവൽ 0 ഒന്നും ഇല്ല, ലെവൽ 1 എന്നാണ് സ്റ്റാർട്ടിങ്. സോ സംടൈംസ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ചില ഓപ്ഷൻസ് വരും. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ലെവൽ 1, 2 ആൻഡ് സോ ഓൺ. ആൻഡ് ഡിഫൈൻഡ് എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. സോ ആൻസർ ഇസ് ബി, ലെവൽ 3. ഓക്കെ,
Key process areas of CMM level 4 are also classified by a process which is okay. അപ്പം ലെവൽ 4 ഒരു ഓർഗനൈസേഷന് ഒരു സെറ്റ് ഓഫ് കീ പ്രോസസ്സുകൾ ഉണ്ട്. ഓക്കെ, സോ അതായത് വിച്ച് ഓൺ ദേ ആർ ഫോക്കസിങ് ഓൺ ആൻഡ് അവർ അവരുടെ ആ ഗുഡ് പോയിന്റ്സ്, കീ ഫോക്കസ് ഏരിയാസ്, ഓക്കെ, അവരുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ്. ഓക്കെ, അത് ഏത് ലെവലിലും കൂടെയുള്ള പ്രോസസ്സുകളും കൂടെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതായത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ലെവൽ 3 ഒരു പ്രോസസ്സ് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുമോ? ലെവൽ 3 ഓർഗനൈസേഷൻസ് ഇല്ല, കാരണം അവർ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരും ലെവൽ 4 ഇല്ലാത്തത് കൊണ്ടാണ് ദേ ആർ സ്റ്റിൽ അറ്റ് ലെവൽ 3, റൈറ്റ്? ഇപ്പൊ ലെവൽ 5 ഒരു ടീം അതിനെടുക്കൂ, ലെവൽ 5 ഒരു ഓർഗനൈസേഷന് ഈ കാര്യങ്ങൾ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? ഓഫ് കോഴ്സ് അത് സാറ്റിസ്ഫൈഡ് ആയി, അതിൽ നിന്നും അവർ ചേഞ്ച് ഉൾക്കൊണ്ടാണ് ദേ ബിക്കെയിം ലെവൽ 5. സോ ലെവൽ 5 ഒരു ഓർഗനൈസേഷന് ലെവൽ 4 KPAയും ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ അവിടെയും അത് ക്ലാസിഫൈഡ് ആണ്. സോ ദി ആൻസർ ഇസ് ലെവൽ 5. ക്ലിയർ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കീ പ്രോസസ് ഏരിയ ഇൻ CMM ലെവൽ 5? ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ലെവൽ 5 എന്താണ്, ചേഞ്ചസിന് റെഡിയാണ്, ഒരു ഇഷ്യൂസും ഇല്ലാണ്ട് ഏറ്റവും ബെസ്റ്റ് ആണ് അവരുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ചേഞ്ച് എന്തായാലും അല്ല, ചേഞ്ച് അവിടെ ഉള്ളതാണ്. അതേപോലെ ഡിഫക്ട് പ്രിവെൻഷനും CMM ലെവൽ 5 വരുന്നതാണ്. സോ ദി ആൻസർ ഇസ് പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് KPA in CMM stands for, very direct question, key process area. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പം CMM എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.